അപ്പോൾ നമ്മൾ MSSLത്തെ മൊഡ്യൂൾ 3 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് UML ഡയഗ്രാം വരുന്നുണ്ട്, ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്, റിവ്യൂ ടെക്നിക്സ്, പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി, പിന്നെ DevOpsഉം കോഡ് മാനേജ്മെന്റും. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഡിസൈൻ പാറ്റേൺ ആണ്. എന്താണ് ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്? ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോബ്ലം ആണ്, എസെൻസ് ഓഫ് ദ സൊല്യൂഷൻ ആണ്. പക്ഷേ അതെന്തല്ല, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അല്ല. ഓക്കെ, അപ്പോൾ എസെൻസ് ഓഫ് ദ സൊല്യൂഷൻ ആയതുകൊണ്ട് ഈ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ നമുക്ക് അത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഡിസൈൻ പാറ്റേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻസിൻ്റെ ഓരോ ആസ്പെക്ട്സ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയണത് റീയൂസ്. അപ്പോൾ റീയൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും, പുതിയ സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യും, റീയൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, റീയൂസ് എന്ന ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. അതായത് നമ്മൾ പുതിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ യു ഷുഡ് മേക്ക് ആസ് മച്ച് ആസ് ഓഫ് യൂസ് ഓഫ് പോസിബിൾ എക്സിസ്റ്റിംഗ് കോഡ്. അതായത് നമ്മൾ പുതിയൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ അതിൽ നിന്ന് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, കോഡ് ചെയ്തെടുക്കണം. അല്ലാണ്ട് പുതിയ തന്നെ ഫുള്ള് കോഡ് ചെയ്യാണ്ട് എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഉള്ള മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കോഡ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതാണ് റീയൂസിൽ പറയുന്നത്. ഈ രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ്. അതായത് ഡ്യൂറിംഗ് ദ ഡെവലപ്മെന്റ് പ്രോസസ് മെനി ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഈച്ച് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആർ ക്രിയേറ്റഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ ഓരോ ആൻഡ്രോയിഡ് വേർഷൻസ് ഉണ്ട്, ആൻഡ്രോയിഡ് 12 ഉണ്ട്, 13 ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ ആ ഡിഫറെന്റ് വേർഷൻസിനെ അതിനെ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ മാനേജ്മെന്റ് ആണ് ഏതിൽ പറയുന്നത്, കോൺഫിഗറേഷൻ മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത് പറയുന്നത്, ഇഫ് യു ഡോണ്ട് കീപ് ട്രാക്ക് ഓഫ് ദീസ് വേർഷൻസ് ഇൻ എ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് സിസ്റ്റം യു ആർ ലയബിൾ ടു ഇൻക്ലൂഡ് ദ റോങ് വേർഷൻസ് ഓഫ് ദീസ് കമ്പോണൻസ് ഇൻ യുവർ സിസ്റ്റം. അപ്പോൾ നമ്മളത് കറക്റ്റ് നോക്കി പോയില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ചിലപ്പോൾ ഒരു കമ്പോണന്റ് വേറെ വേർഷൻസ്, റോങ് ആയിട്ടുള്ള വേർഷൻസ് നമ്മുടെ സിസ്റ്റത്തിൽ കയറിപ്പോവും. അപ്പോൾ അതിനാണ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്നൊരു പ്രോസസ്സ് ഉള്ളത്. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് ഹോസ്റ്റ് ടാർഗറ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് നമ്മൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഒരു സിസ്റ്റം നമ്മൾ എടുത്തു, അതാണ് ഹോസ്റ്റ് സിസ്റ്റം. പക്ഷെ ആ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ആ ഒരു സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ആവണമെന്നില്ല. അപ്പം അത് വേണമെങ്കിൽ വേറൊരു സിസ്റ്റം, അല്ലെങ്കിൽ ടാർഗറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ വേറെ സിസ്റ്റത്തിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഹോസ്റ്റ് ടാർഗറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീയൂസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമുക്ക് മെയിനായിട്ട് 4 ലെവൽസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ഷൻ ലെവലാണ്. അപ്പോൾ അബ്സ്ട്രാക്ഷൻ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ സിസ്റ്റം അങ്ങനെ തന്നെ യൂസ് ചെയ്യല്ല, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോളജ്, അതിൽ യൂസ് ചെയ്യുന്ന അബ്സ്ട്രാക്ഷൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ സിസ്റ്റത്തിലേക്ക് എടുക്കുന്നത്. അതാണ് അബ്സ്ട്രാക്ഷൻ ലെവലിൽ പറയുന്നത്. ഇനി ഒബ്ജക്റ്റ് ലെവലിൽ എന്താ പറയുന്നത്, യു ഡയറക്ട്ലി റീയൂസ് ഒബ്ജക്ട്സ് ഫ്രം എ ലൈബ്രറി റേദർ ദാൻ റൈറ്റിംഗ് ദ കോഡ് യുവർ സെൽഫ്. നമ്മൾ തന്നെ കോഡ് ചെയ്യാണ്ട് മുന്നേയുള്ള ലൈബ്രറീസിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പുതിയ സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ഈ ലൈബ്രറീസ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിസ്കവർ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് കമ്പോണന്റ് ലെവലാണ്. കമ്പോണന്റ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സസ് ആണ്. അപ്പോൾ ആ കമ്പോണന്റ് ലെവൽ എന്തൊക്കെ ചെയ്യും, ഈ ഒബ്ജക്ട്സും ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഒരു ലെവലിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഈ ഒബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസിൻ്റെയും ആ ഒരു കളക്ഷൻസിൻ്റെ കൂടെ നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, നമ്മുടേതായിട്ടുള്ള കോഡിൻ്റെ എക്സ്റ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള കോഡിൻ്റെ എക്സ്റ്റൻഷൻ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഈ നാലാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം ലെവലാണ്. അപ്പം അതിൽ നമ്മൾ എന്താണോ എൻ്റെ മുന്നത്തെ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മോഡിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ സിസ്റ്റത്തിലേക്ക് എടുക്കും. അതാണ് സിസ്റ്റം ലെവലിലോണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ മാനേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നെയിം ഗിവൺ ടു ദ ജനറൽ പ്രോസസ് ഓഫ് മാനേജിങ് എ ചേഞ്ചിങ് സോഫ്റ്റ്വെയർ സിസ്റ്റം. അതായത് ചേഞ്ചിങ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. അപ്പോൾ ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇറ്റ് ഈസ് മെയിൻ എയിം ഓഫ് ദ കോൺഫിഗറേഷൻ മാനേജ് എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ദ സിസ്റ്റം ഇന്റഗ്രേഷൻ പ്രോസസ്.
so that all developers can access the project code and documents in a controlled way, find out what changes have been made. അതായത് ഈ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സിസ്റ്റം ഇന്റഗ്രേഷൻ പ്രോസസ്സ് സപ്പോർട്ട് ചെയ്യാനാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ഡെവലപ്പേഴ്സിനും സെയിം കോഡ് അല്ലെങ്കിൽ സെയിം ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ കൺട്രോൾഡ് വേയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ സിസ്റ്റത്തിലേക്ക് വരുത്തിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് എന്തൊക്കെ ആർക്ക് കാണാൻ പറ്റും? ഈ ഡെവലപ്പേഴ്സിന് കാണാൻ പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് വേർഷൻ മാനേജ്മെന്റ്. വേർഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ കമ്പോണൻസിന്റെ ഓരോ ഡിഫറെന്റ് വേർഷൻസിനെ ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു ഡെവലപ്പർ ഒരു കോഡ് സബ്മിറ്റ് ആക്കി, അപ്പോൾ അങ്ങനത്തെ കോഡ് വേറെ ആളും സബ്മിറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് വേർഷൻ മാനേജ്മെന്റ് ആണ്. അതായത് ഒരു വേർഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ ചിലപ്പോൾ ആ ഫീച്ചേഴ്സിന് വേറെ ആളും കൂടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വേറൊരു ഡെവലപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഓവർറൈറ്റ് ആവാതിരിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഈ വേർഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് പ്രോബ്ലം ട്രാക്കിംഗ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ട്രാക്കിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും ബഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഡെവലപ്പേഴ്സിന് അത് കാണാനും അത് ഫിക്സ് ആക്കാനും പറ്റും. അതാണ് പ്രോബ്ലം ട്രാക്കിങ്ങിലൂടെ നടക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് റിലീസ് മാനേജ്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വേർഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തിലേക്ക് കസ്റ്റമേഴ്സിന് ആ ഒരു വേർഷൻ റിലീസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റിലീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വേർഷൻ മാനേജ്മെന്റ് അല്ല കോൺഫിഗറേഷൻ മാനേജ്മെന്റിൽ ഫസ്റ്റത്തെ ഇതായിരിക്കുള്ള വേർഷൻ മാനേജ്മെന്റിൽ പ്രോബ്ലം ട്രാക്കിങ്ങിൽ റിലീസ് മാനേജ്മെന്റിൽ നടക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്റ്റ് ടാർഗറ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് IDE ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് എന്ന് പറയുന്നത് ഈ IDE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും, യൂസർ ഇന്റർഫേസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കമ്പോണൻസിന്റെ ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഇന്റഗ്രേഷൻ മെക്കാനിസം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, എല്ലാം വർക്ക് ടുഗദർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കോമൺ ആയിട്ടുള്ള ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ഒരു IDEയുടെ എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഡയഗ്രാംസിനെ പറ്റിയിട്ടാണ്. നമുക്ക് UML ഡയഗ്രാംസ് 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഡയഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ ബിഹേവിയർ ആയിട്ടുള്ള ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ സ്ട്രക്ചറൽ ഡയഗ്രാംസിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് കമ്പോണന്റ് ഡയഗ്രാം. കമ്പോണന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഡയഗ്രാംസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോംപ്ലക്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോളർ ആയിട്ടുള്ള കമ്പോണൻസ് ആക്കി മാറ്റും. എന്നിട്ട് ഈ കമ്പോണൻസ് എങ്ങനെയാണോ ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ട്രക്ചർ ഈ കമ്പോണന്റ് ഡയഗ്രത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അതാണ് കമ്പോണന്റ് ഡയഗ്രത്തിൽ പറയുന്നത്. ഇനി ഡിപ്ലോയ്മെന്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും റെപ്രസെന്റ് ആക്കുന്നത് അത് കാണിക്കുന്ന ഡയഗ്രമാണ് എന്തെന്ന് പറയുന്നത് ഡിപ്ലോയ്മെന്റ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ പെർഫോമൻസ്, സ്കെയിലബിലിറ്റി, മെയിൻറ്റെയിനബിലിറ്റി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിപ്ലോയ്മെന്റ് ഡയഗ്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡയഗ്രാം ആണ്. ഒബ്ജക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്സസ് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അറ്റ് എ പോയിന്റിൽ ഉള്ള റിലേഷൻഷിപ്സ് കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രാമാണ് എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അതിന്റെ ബിഹേവിയർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ ഓരോ ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് അതിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത് അതായത് ഒരു സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ക്ലാസ്സസ്, അത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ് ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി പാക്കേജ്, അതായത് നമ്മൾ ഓരോ സിസ്റ്റത്തിൽ കുറെ പാക്കേജസ് യൂസ് ചെയ്യേണ്ടിയിരിക്കും. ആ പാക്കേജ് തമ്മിലുള്ള അസോസിയേഷൻസ് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ഡയഗ്രമാണ് പാക്കേജ് ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്
സ്ട്രക്ചർ ഡയഗ്രാംസ് വരുന്നത്. ഏതൊക്കെയാണ്? കമ്പൗണ്ട് ഡയഗ്രാം, ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം, ഒബ്ജക്ട് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം, പാക്കേജ് ഡയഗ്രാം. ഇനി അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെന്ന് പറയുന്നത് ബിഹേവിയർ ഡയഗ്രാംസ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ആക്ടിവിറ്റി ഡയഗ്രാംസ് ആണ്. അതിൽ എന്താ പറയുന്നത്? ഇറ്റ് ഇലിസ്ട്രേറ്റ്സ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ ഇൻ എ സിസ്റ്റം. അതായത് സിസ്റ്റത്തിലേക്ക് എന്തൊക്കെ ഫ്ലോ ഓഫ് കൺട്രോൾ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്, അതൊക്കെ ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് ആക്ടിവിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് സീക്വൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ ബ്രാഞ്ചിലായിരിക്കാം, അല്ലെങ്കിൽ കൺകറന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതിലേക്ക് ഉണ്ടാവാം. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് യൂസ് കേസ് ഡയഗ്രാം ആണ്. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ അതായത് ഒരു ആ ഡയഗ്രാമത്തിൽ ആക്ടേഴ്സ് ഉണ്ടായിരിക്കും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏജൻസ്, അതായത് ആക്ടേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. അതൊക്കെ ഡെപിക്ട് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ടൈമിംഗ് ഡയഗ്രാം, നേരത്തെ പറഞ്ഞു ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കാം, ക്ലാസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഗിവൺ ടൈം ഫ്രെയിമിൽ ആ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒബ്ജക്ട്സ് തമ്മിലുള്ള മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഹൗ ഒബ്ജക്ട്സ് കണക്ട് ത്രൂ മെസ്സേജസ് വിത്ത് ആർക്കിടെക്ചറൽ ഡിസൈൻ ഓഫ് ദി സിസ്റ്റം. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഡയഗ്രാമാണ് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇന്ററാക്റ്റീവ് ഓവർവ്യൂ ഡയഗ്രാം. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഇറ്റ് ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് ഇന്ററാക്ഷൻസ് ഇൻ ടു സിംപ്ലർ ഒക്കറൻസസ് ബൈ മോഡലിംഗ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ്. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് സീക്വൻസ് ഡയഗ്രാം ആണ്. സീക്വൻസ് ഡയഗ്രാമത്തിൽ അതായത് ഈ ഒബ്ജക്ട്സ് തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് ഏത് ഓർഡറിലാണ്, എങ്ങനെയാണ് ഡിപിക്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന സീക്വൻസ് ആയിട്ട് നടക്കുന്ന ഒരു ഡയഗ്രാം, സീക്വൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രാമാണ് സീക്വൻസ് ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഡയഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഡയഗ്രാംസിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെവലപ്മെന്റ് ടൈം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വേറെ സപ്പോർട്ടിങ് ടൂൾസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡയഗ്രാംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്രാംസ് വെച്ചിട്ട് എവിടെയാണ് എറർ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇഷ്യൂസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, അത് നമുക്ക് പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ പിന്നെ പറയുന്നത് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. നമ്മളൊരു സാധാരണ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഡയഗ്രാംസ് ജനറേറ്റ് ചെയ്യും. അതിനായിട്ടാണ്, അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വേരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ആണ്. അപ്പോൾ വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ യൂസർ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് വാലിഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എവിടെ വെച്ചിട്ട് ചെയ്യുന്നത്? അത് എൻഡ് ഓഫ് SDLC എന്ന് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ആ ലൈഫ് സൈക്കിൾ കഴിഞ്ഞ ശേഷമാണ് ഈ വാലിഡേഷൻ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇഫ് ദ സോഫ്റ്റ്വെയർ മാച്ചസ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ വിച്ച് ഇറ്റ് വാസ് മെയ്ഡ്, ഇറ്റ് ഈസ് വാലിഡേറ്റഡ്. അതായത് എല്ലാ റിക്വയർമെന്റ്സും ആ ഒരു സോഫ്റ്റ്വെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാലിഡേറ്റഡ് ആണെന്ന് അർത്ഥം. ഇനി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കൺഫേമിംഗ് ഇഫ് ദ സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് അദറിംഗ് ടു പ്രോപ്പർ സ്പെസിഫിക്കേഷൻസ് ആൻഡ് മെത്തഡോളജീസ്. അതായത് നമ്മൾ ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ പ്രോപ്പർ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ മെത്തഡോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഇതാണ് ഒരു ഡയഗ്രാം പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിലെ എററോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആര് ഫൈൻഡ് ഔട്ട് ചെയ്യും? ഡെവലപ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ ഡിഫക്റ്റോ അല്ലെങ്കിൽ ബഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെസ്റ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇനി ആ സിസ്റ്റം ഫെയിലർ ആണെങ്കിൽ അത് ആരാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? കസ്റ്റമേഴ്സിലേക്ക് എത്തിയിട്ടായിരിക്കും ആ ഒരു പ്രോസസ്സ് നടക്കുക. ഓക്കെ.